കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഉൾപ്പോരുകളുടെ തുടക്കമാണ് മഹാഭാരതത്തിന്റെ കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടത്. കുരുവംശ കുമാരന്മാരെ വിദ്യ അഭ്യസിപ്പിക്കുവാനായി പുതിയൊരാചാര്യൻ ഹസ്തിനപുരത്ത് എത്തുന്നത് ഈ ഭാഗത്ത് നമുക്ക് കാണാം. മഹാഭാരതത്തിന്റെ 5ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ഹസ്തിനപുരത്ത് പതിവുകളെല്ലാം തുടർന്നുകൊണ്ടിരുന്നു. കുരുവംശ സഹോദരന്മാർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നത് ഭീഷ്മരുടെ വലിയ നിർബന്ധമായിരുന്നു. അതുവരെ ആയോധന കലകളിലും വേദശാസ്ത്രങ്ങളിലും അവരെ അഭ്യസിപ്പിച്ചിരുന്ന കൃപാചാര്യർ സുഖമില്ലാത്ത അവസ്ഥയിലായി. സകല വിദ്യകളിലും അഗ്രഗണ്യനായ ഒരാളെ പകരം കണ്ടെത്തുവാൻ ഭീഷ്മർ ശ്രമം ആരംഭിച്ചു. ഒരിക്കൽ പന്ത് കളിക്കുകയായിരുന്നു പാണ്ഡവരും കൗരവരും. കളിക്കിടെ പന്ത് ആഴമുള്ള ഒരു കിണറിലേക്ക് പതിച്ചു. പന്ത് എടുക്കുവാനാവാതെ പരിഭ്രമിച്ചു നിന്ന അവരുടെ ഇടയിലേക്ക് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു ബ്രാഹ്മണൻ നടന്നെത്തി. നിങ്ങൾ കുരുവംശ രാജകുമാരന്മാരല്ലേ? ഒരു പന്ത് കിണറ്റിൽ നിന്നെടുക്കുവാൻ നിങ്ങൾക്കാകുന്നില്ലേ? ആരാണ് നിങ്ങളെ അസ്ത്രവിദ്യ പഠിപ്പിക്കുന്നത്? ലജ്ജാകരം. അയാൾ പറഞ്ഞു, ഈ കിണറിന്റെ ആഴം അറിഞ്ഞിട്ടാണോ പരിഹാസം? ആഴത്തിൽ നിന്ന് പന്തെടുക്കുവാൻ അമ്പും വില്ലുമാണോ ഉപയോഗിക്കുക? വിഡ്ഢിത്തം പറയാതെ. ദുര്യോധനൻ പറഞ്ഞു, അമ്പും വില്ലും മാത്രം ഉപയോഗിച്ച് ആ പന്ത് എനിക്ക് തിരികെ എടുക്കുവാനാകും. ബ്രാഹ്മണൻ പറഞ്ഞു, ശ്രേഷ്ഠനെ കാണിച്ചാലും. സ്വതവേയുള്ള സൗമ്യഭാവത്തിൽ യുധിഷ്ഠിരൻ പറഞ്ഞു, ആ വയലുകളിൽ നിന്ന് കൂർത്ത പുല്ലുകൾ പറിച്ചുകൊണ്ടുവരിക. ദരിദ്ര ബ്രാഹ്മണൻ പറഞ്ഞു. കുമാരന്മാർ പുല്ലുകൾ പറിച്ചു കൊണ്ടുവന്നു. നീണ്ട് കൂർത്ത പുൽനാമ്പുകൾ അതിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തു. ഒരു നാമ്പെടുത്ത് പന്തിലേക്ക് എയ്തു. നേരെ നിവർന്ന് അത് പന്തിൽ ചെന്ന് തറച്ചു. വീണ്ടും ഒരു പുൽനാമ്പ് അദ്ദേഹം എയ്തു. ആദ്യം തറച്ച നാമ്പിന്റെ കൃത്യം നെറുകയിൽ അടുത്തതും തറച്ചു നിന്നു. ഒന്നിനു പിറകെ ഒന്നായി പുൽനാമ്പുകൾ എയ്തെയ്ത് പന്തിൽ നിന്ന് തുടങ്ങി കിണറിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന പുല്ലിൽ തീർത്ത മാല പോലെ ഒരു ശൃംഖല അദ്ദേഹം നിർമ്മിച്ചു. പിന്നെ അനായാസമായി ആ പന്ത് കിണറിൽ നിന്ന് വലിച്ചെടുത്തു. കുമാരന്മാർ അത്ഭുതചകിതരായി. ഒട്ടും താമസിക്കാതെ ഹസ്തിനപുരത്ത് കുരുവംശ രാജകുമാരന്മാരുടെ ഗുരുവാകുവാൻ ദ്രോണർക്ക് ക്ഷണം ലഭിക്കുന്നു. അതീവ പ്രതിഭാശാലി ആയിരുന്നുവെങ്കിലും ദാരിദ്ര്യത്തിലായിരുന്ന ദ്രോണർ തന്റെ മകൻ അശ്വത്ഥാമാവിനോടൊപ്പം ഹസ്തിനപുരത്തെ കൊട്ടാരത്തിൽ താമസമാക്കുന്നു. കുമാരന്മാർക്കുള്ള പരിശീലനം ഭംഗിയായി പുരോഗമിച്ചു. എല്ലാ യുദ്ധതന്ത്രങ്ങളും ആയുധ പരിശീലനവും ദ്രോണർ അവർക്ക് നൽകി. എങ്കിലും പാണ്ഡവ സഹോദരന്മാർ കൗരവരെക്കാൾ പ്രഗത്ഭരായിരുന്നു. പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ പാണ്ഡവർ കൗരവരെക്കാൾ മികച്ചു നിന്നു. പാണ്ഡവ സഹോദരന്മാരെ എല്ലാ ആയുധവിദ്യയും പഠിപ്പിച്ചിരുന്നുവെങ്കിലും ഓരോരുത്തരുടെ വൈദഗ്ധ്യം അനുസരിച്ച് ഓരോ ആയുധങ്ങളിൽ കൂടുതൽ പരിശീലനം നൽകി. യുധിഷ്ഠിരന് കുന്തം, ഭീമന് ഗദ, അർജുനന് അസ്ത്രം, നകുല സഹദേവന്മാർക്ക് വാൾ. കൗരവരിൽ ഏറ്റവും മിടുക്കനായ ദുര്യോധനനും ഭീമന്റെ ഒപ്പം ഗദായുദ്ധത്തിൽ പ്രത്യേക പരിശീലനം നൽകി. ഒരുമിച്ചുള്ള ഈ പരിശീലനം ഭീമന്റെയും ദുര്യോധനന്റെയും ഉള്ളിലെ വൈരാഗ്യം വർദ്ധിപ്പിച്ചതേയുള്ളൂ. എന്നാൽ സഹോദരന്മാരിൽ ദ്രോണർക്ക് ഏറ്റവും പ്രിയനായി തീർന്നത് അർജുനൻ തന്നെയാണ്. തന്റെ ഏറ്റവും സമർത്ഥനായ ശിഷ്യനായി ദ്രോണർ കണ്ടതും അവനെയാണ്. ഒരിക്കൽ അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുകയായിരുന്നു ദ്രോണർ. ദൂരെ ഒരു മരത്തിൽ തടി കൊണ്ടൊരു പക്ഷിയെ ഉണ്ടാക്കി കെട്ടി. യുധിഷ്ഠിരനോട് ഈ തടിപ്പക്ഷിയെ ഉന്നം വെച്ച് അമ്പെയ്യുവാൻ പറഞ്ഞു. വില്ലുകുലച്ചു നിന്ന യുധിഷ്ഠിരനോട് ദ്രോണർ ചോദിച്ചു, യുധിഷ്ഠിര, നീ എന്ത് കാണുന്നു? ഞാൻ അങ്ങയെ കാണുന്നു. കാട്ടിലെ മരങ്ങൾ കാണുന്നു. ദൂരെ ഹിമഗിരികളും ആകാശവും കാണുന്നു. യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു. അമ്പെയ്യേണ്ടതില്ല, മാറി നിൽക്കുക. ദ്രോണർ പറഞ്ഞു. അടുത്തതായി ദുര്യോധനനോടും വില്ല് കുലയ്ക്കുവാൻ പറഞ്ഞിട്ട് ഇതേ ചോദ്യം ദ്രോണർ ആവർത്തിച്ചു. ഞാൻ മരങ്ങളും ആകാശവും കാണുന്നു. ദുര്യോധനൻ മറുപടി പറഞ്ഞു.
ഒന്നിനു പിറകെ ഒന്നായി 104 പേരും സമാനമായ ഉത്തരം നൽകി. ആരെയും അമ്പെയ്യുവാൻ ദ്രോണർ അനുവദിച്ചില്ല. അർജുന, നീ വരൂ, ദ്രോണർ പറഞ്ഞു. അർജുനൻ വില്ല് കുലച്ചു. നീ എന്ത് കാണുന്നു? കണ്ണ്. ആരുടെ കണ്ണ്? തടിപ്പക്ഷിയുടെ കണ്ണ്. വേറെ എന്ത് കാണുന്നു? വേറെ ഒന്നും കാണുന്നില്ല. അമ്പെയ്യുക. അർജുനൻ അങ്ങനെ ചെയ്തു. കൃത്യം പക്ഷിയുടെ കണ്ണിൽ അമ്പു തറച്ചു. ഇങ്ങനെ തന്റെ പ്രിയ ശിഷ്യൻ അർജുനനും മറ്റുള്ള സഹോദരന്മാരുമായി ദ്രോണർ തന്റെ പരിശീലനം തുടർന്നു. രാവും പകലുമില്ലാതെ അർജുനൻ തന്റെ അസ്ത്ര പരിശീലനം നടത്തി. ഇടതടവില്ലാതെ രാത്രിയുടെ ഇരുട്ടിൽ പോലും അസ്ത്ര പരിശീലനം നടത്തുവാൻ അർജുനന് മടിയില്ലായിരുന്നു. ദ്രോണർ തന്റെ മകനെ പോലെ അർജുനനെ സ്നേഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ കൊട്ടാരത്തിന് വെളിയിലെ പരിശീലന കളരിയിലേക്ക് ഏകദേശം കുരുവംശ രാജകുമാരന്മാരുടെ പ്രായമുള്ള ഒരു ബാലൻ നടന്നു കയറി വന്നു. കാട്ടിൽ വസിക്കുന്ന നിഷാദന്മാരുടെ വസ്ത്രങ്ങളാണ് അവൻ ധരിച്ചിരുന്നത്. വേടനായ ഈ ബാലൻ കുമാരന്മാരുടെ കളരിയുടെ നടുവിലെത്തി ദ്രോണാചാര്യരെ വണങ്ങി. ഗുരു, ദേശത്തെ അതിസമർത്ഥനായ ആചാര്യനാണ് അങ്ങെന്ന് എനിക്കറിയാം. അങ്ങയുടെ കീഴിൽ അസ്ത്രവിദ്യ പരിശീലിക്കണം എന്നത് എന്റെ വലിയ സ്വപ്നമാണ്. വേടനായ എന്നെയും കുമാരന്മാരോടൊപ്പം അസ്ത്രവിദ്യ പരിശീലിപ്പിക്കുവാൻ മനസ്സാകണം, അവൻ പറഞ്ഞു. ദ്രോണർ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഏകലവ്യൻ, അവൻ പറഞ്ഞു. നീ രാജപരമ്പരയിൽ പെട്ടവനാണോ? ദ്രോണർ ചോദിച്ചു. അല്ല ഗുരു. ഏകലവ്യന്റെ മുഖം വാടി. മകനെ, രാജകൊട്ടാരത്തിലെ ഈ കുമാരന്മാരെ മാത്രമേ എനിക്ക് അഭ്യസിപ്പിക്കാനാകൂ. അവരോടൊപ്പം നിന്നെ പരിശീലിപ്പിക്കുവാൻ എനിക്കാവില്ല, ദ്രോണർ പറഞ്ഞു. നിരാശനായിരുന്നുവെങ്കിലും തന്റെ മാനസഗുരുവിന്റെ പാദങ്ങൾ സ്പർശിച്ച് അനുഗ്രഹം വാങ്ങി ഏകലവ്യൻ കാട്ടിലേക്ക് മടങ്ങി. മാസങ്ങൾ കടന്നുപോയി. പരിശീലനം തുടർന്നു പോന്നു. ഒരു നാൾ കൗരവ പാണ്ഡവന്മാർ ദ്രോണർക്കൊപ്പം വേട്ടയാടുവാൻ വനത്തിലേക്ക് തിരിച്ചു. വേട്ടയിൽ സഹായിക്കുവാൻ ഉശിരനായ ഒരു വേട്ടനായയും കൂടെ ഉണ്ടായിരുന്നു. വേട്ടയ്ക്കിടെ എന്തോ അനക്കം കേട്ട വേട്ടനായ കാടിനുള്ളിലേക്ക് ഓടിപ്പോയി. മരങ്ങൾക്കിടയിലെ ഒരു മൈതാനത്ത് അമ്പെയ്ത് പരിശീലിക്കുന്ന വേടനെയാണ് നായ കണ്ടത്. മുള കൊണ്ടുണ്ടാക്കിയ അമ്പും വില്ലും എയ്ത് പരിശീലിക്കുന്ന ഏകലവ്യൻ. ഏകലവ്യനെ കണ്ട നായ ഭയാനകമായി കുരച്ചുകൊണ്ട് അവന് നേരെ ചീറിപ്പാഞ്ഞെത്തി. ആ വരവ് കണ്ട ഏകലവ്യൻ നിമിഷ നേരങ്ങൾ കൊണ്ട് അമ്പുകളെയ്ത് നായയുടെ വായി നിറച്ചു. കുരയ്ക്കുവാനോ ആക്രമിക്കുവാനോ ആകാതെ നായ തിരികെ ഓടി. ദൂരെ നിന്ന് ഇത് കാണുകയായിരുന്നു ദ്രോണരും കുമാരന്മാരും. ഇത്രയും സമർത്ഥനായ ഒരു വില്ലാളി വീരനെ ദ്രോണർ പോലും കണ്ടിട്ടില്ലായിരുന്നു. ആരാണിയാൾ എന്നറിയുവാൻ ആകാംക്ഷയോടെ അവർ അയാൾക്കരികിലേക്ക് ഓടിയെത്തി. അവരെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. മരത്തിൽ കൊത്തിയുണ്ടാക്കിയ ദ്രോണരുടെ ഒരു പ്രതിമയ്ക്ക് മുന്നിൽ നമസ്കരിച്ചു നിൽക്കുന്ന നിഷാദ യുവാവ് ഏകലവ്യൻ. ഏകലവ്യ, ഇത് നീയോ? ദ്രോണർ ചോദിച്ചു. തിരിഞ്ഞു നോക്കിയ ഏകലവ്യൻ അത്ഭുത സ്തബ്ധനായി. സ്നേഹത്തോടെ ഓടിയെത്തി താൻ മനസ്സിൽ ഗുരുവായി കാണുന്ന ദ്രോണരെ ഏകലവ്യൻ നമസ്കരിച്ചു. അതിസമർത്ഥനാണ് നീ. ഇതുപോലെയുള്ള കഴിവ് രാജകൊട്ടാരങ്ങളിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഏകലവ്യ, നീ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ദ്രോണർ വാചാലനായി. ഗുരു, അങ്ങയുടെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുവാൻ എനിക്കായില്ല. എങ്കിലും എന്റെ മാനസഗുരുവായി ഞാൻ അങ്ങയെ കാണുന്നു. അങ്ങയുടെ ഈ പ്രതിമയ്ക്ക് മുന്നിലാണ് ഞാൻ പരിശീലിക്കുന്നത്. അതിനെ നമസ്കരിച്ചാണ് ഞാൻ പരിശീലനം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും. ദ്രോണർ സന്തോഷവാനായി. മനസ്സ് നിറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു. നേരിൽ പഠിപ്പിച്ചില്ലെങ്കിലും എന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ശിഷ്യൻ നീ തന്നെ, ദ്രോണർ പറഞ്ഞു. അനുഗ്രഹങ്ങൾ നൽകി തിരികെ നടക്കവേ വിഷാദനായ അർജുനനെ ദ്രോണർ ശ്രദ്ധിച്ചു. നിരാശ കൊണ്ട് അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. താൻ പുത്രതുല്യം സ്നേഹിക്കുന്ന അർജുനന്റെ വാടിയ മുഖം ദ്രോണരെ ദുഃഖിപ്പിച്ചു. എന്തുപറ്റി അർജുന? ഗുരു, രാപകലില്ലാതെ ഞാൻ പരിശീലിച്ചു. അങ്ങ് പഠിപ്പിച്ചതെല്ലാം മുറ പോലെ പഠിച്ചു. എങ്കിലും അങ്ങയുടെ ഏറ്റവും നല്ല ശിഷ്യൻ
ഏകലവ്യനാണല്ലോ. അസ്ത്രവിദ്യയിൽ ഞാൻ എന്നും രണ്ടാമൻ മാത്രമാകുമല്ലോ. അർജുനന്റെ കണ്ണുകൾ നിറഞ്ഞു. അർജുനന്റെ ദുഃഖം മാറ്റുവാൻ ദ്രോണർ തീരുമാനിച്ചു. പൊടുന്നനെ തിരിഞ്ഞ് ദ്രോണർ ഏകലവ്യനെ വിളിച്ചു. ഏകലവ്യ, ഞാൻ നിന്റെ ഗുരു എന്ന് പറഞ്ഞിട്ട് എന്റെ ഗുരുദക്ഷിണ എവിടെ? ഏകലവ്യൻ വിളറി വെളുത്തു. ഗുരു, എന്നോട് ക്ഷമിക്കുക. വേടനായ എനിക്ക് ഉന്നതകുല രീതികൾ അറിവില്ല. അങ്ങ് എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക. എനിക്ക് നൽകാനാകുന്ന എന്തും ഞാൻ അങ്ങേക്ക് നൽകും. എങ്കിൽ നീ എനിക്ക് നിന്റെ വലം കൈയിലെ പെരുവിരൽ നൽക. ഏകലവ്യൻ സ്തബ്ധനായി. എന്താണ് ദ്രോണർ ആവശ്യപ്പെടുന്നത് എന്ന് അവന് മനസ്സിലായി. വലത്തെ പെരുവിരൽ മുറിച്ചു കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും അമ്പെയ്യുവാൻ അവന് സാധിക്കില്ല. അവന്റെ കഴിവ് മുഴുവനുമാണ് ദ്രോണർ ചോദിച്ചിരിക്കുന്നത്. വേടനായ തന്റെ ജീവിതമാർഗം തന്നെയാണ് ദ്രോണർ ചോദിച്ചിരിക്കുന്നത്. അല്പനിമിഷം ആലോചിച്ച് തന്റെ അരയിൽ നിന്ന് കത്തിയെടുത്ത് വലം കൈയിലെ പെരുവിരൽ മുറിച്ച് ദ്രോണരുടെ കാൽക്കൽ സമർപ്പിച്ച് കാൽ തൊട്ടുതൊഴുത് നമസ്കരിച്ച് മൗനമായി വനത്തിനുള്ളിലേക്ക് അവൻ പോയി മറഞ്ഞു. ദ്രോണരും കുമാരന്മാരും സ്തബ്ധരായി നോക്കി നിന്നു. ദേശത്തെ അജയ്യനായ വില്ലാളിയായി, ദ്രോണരുടെ ഏറ്റവും മികച്ച ശിഷ്യനായി വീണ്ടും അർജുനൻ.